ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ദോഹയിൽ ചർച്ച ചെയ്യുന്ന ട്രംപ്, നിഷേധിച്ച് ഇറാൻ. താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ ശേഷം US-ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക ശമനം. ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ഇറാന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനാണ് ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇങ്ങനൊരാവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും ഈ ആഴ്ച US പ്രതിനിധികളുമായി ഒരുവിധ ഔദ്യോഗിക ചർച്ചയും നിശ്ചയിച്ചിട്ടില്ലെന്നും ഇറാൻ വിദേശ സഹമന്ത്രി ഖാസെം ഖരീബാബാദി വ്യക്തമാക്കി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഖത്തറുമായി നയതന്ത്ര ചർച്ച തുടരുന്നതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇറാന്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഖത്തർ മധ്യസ്ഥതയിൽ ചർച്ച തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സൈനിക നടപടി വീണ്ടും യുദ്ധഭീതി ഉയർത്തിയ സാഹചര്യത്തിൽ കടലിടുക്കിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാന കരാർ അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങളെ നയതന്ത്രപരമായി പ്രതിരോധിക്കാനാണ് ഇറാന്റെ നീക്കം. മരവിപ്പിച്ചു നിർത്തിയിരുന്ന ഇറാന്റെ $12,000 ഫണ്ടിൽ $6,000 കോടി ഉടൻ കിട്ടുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കാനുള്ള നീക്കത്തെ സംഘർഷം ബാധിച്ച ശനിയാഴ്ച 29 ഞായറാഴ്ച 12 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് കടന്നത്. കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തതായും അനുവദിച്ച പാതയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന കപ്പലുകളെ നേരിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നരനായാട്ട് തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഒരു കുട്ടിയടക്കം 3 പലസ്തീൻകാരെ കൂടി കൊലപ്പെടുത്തി. അപ്പോൾ അമേരിക്ക പറയുന്നത് ഇറാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ചർച്ച വേണമെന്നാണ്. ഇറാൻ ഈ സംഭവം അറിയില്ല എന്നാണ് പറയുന്നത്. അമേരിക്കയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ച വേണമെന്നും. അപ്പോൾ ഇന്ന് ദോഹയിൽ വെച്ച് ചർച്ച ഉണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ അതിനെപ്പറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. നിലയും യുദ്ധം അവസാനിച്ചു പോട്ടെ, മനുഷ്യരിലെ കൊല്ലപ്പെട്ടു പോകുന്നത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.